ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുവാൻ മനുഷ്യൻ്റെ ഒരു തീരുമാനത്തിനും സാധിക്കില്ല. നമ്മുടെ അവിശ്വാസത്താൽ ദൈവാനുഗ്രഹം താമസിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരാം. അതിൽ നഷ്ടം ദൈവത്തിനല്ല, നമുക്ക് തന്നെയാണ്. ദൈവം അബ്രഹാമിനും സാറായിക്കും നൽകിയ വാഗ്ദത്തത്തെ വിശ്വസിക്കാതെ അവർ സ്വന്തം മാർഗത്തിലൂടെ തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി തകിടം മറിഞ്ഞില്ല. മറിച്ച് ലോകം മുഴുവൻ നൂറ്റാണ്ടുകളായി അതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ദൈവമോ അബ്രഹാമുമായി ഒരു ഉടമ്പടി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ നാം പഠിക്കുവാൻ പോകുന്നത് അതത്രേ. ഇന്നത്തെ ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ശ്രദ്ധിച്ച് പഠിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വേറൊരു അധ്യായമാണ് 17-ാം അധ്യായം എന്ന് അനേകരും ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ദൈവം അബ്രാമുമായി ഒരു ഉടമ്പടി ചെയ്യുകയും അബ്രാമിന് ഒരു മകനെ നൽകും എന്ന വാഗ്ദത്തം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. വാഗ്ദത്ത സന്തതി ഇസ്മായേൽ അല്ല എന്ന വസ്തുത ദൈവം അബ്രാമിനെ അറിയിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലെ താക്കോൽ അധ്യായമാണ്. ബൈബിളിന്റെ മൊത്തം താക്കോൽ അധ്യായം എന്ന് വേണമെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അബ്രാമിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി 2 പ്രധാന കാര്യങ്ങളിലാണ്: ഒരു സന്തതി, ഒരു ദേശം. അവൻ തന്നെ അബ്രാമിന് ഒരു പുതിയ പേരിൽ വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതെ, ദൈവം എൽ ഷഡായി, അതായത് സർവശക്തനായ ദൈവം എന്ന പേരിൽ അബ്രാമിന് ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, ദൈവം അബ്രാമിന് പുതിയൊരു പേരും നൽകുന്നു. ഇതുവരെ അവൻ അബ്രാം എന്ന പേരിൽ അറിയപ്പെട്ടെങ്കിൽ ഇനിയും അബ്രഹാം എന്നായിരിക്കും. അബ്രാം എന്ന പേരിന്റെ അർത്ഥം ഉന്നതനായ പിതാവ് എന്നാണ്. അബ്രഹാം എന്നാൽ ബഹുപുരുഷാരത്തിന്റെ പിതാവ് എന്നത്രേ. 17-ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് അതൊന്ന് ചിന്തിക്കാം. ആദ്യത്തെ വാക്യം തന്നെ: അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി. അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അതേക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഇസ്മായേൽ ജനിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസഹാക്ക് ജനിച്ചത്. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ദൈവം പറഞ്ഞത് അതാണ്. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഇതൊരു പുതിയ പേരാകുന്നു. 2-ാം വാക്യത്തിൽ, എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. ഈ നിയമം എന്ന പദം ഈ അധ്യായത്തിൽ മാത്രം 13 പ്രാവശ്യം കാണുന്നുണ്ട്. ഓർക്കണം, 27 വാക്യങ്ങളിൽ ഈ ഒരൊറ്റ പദം 13 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നിയമത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഉടമ്പടിയെക്കുറിച്ചത്ര ഇവിടെ സംസാരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ചിന്ത. ഇത് ദൈവം അബ്രാമിന് പ്രത്യക്ഷപ്പെടുന്ന 5-ാമത്തെ പ്രാവശ്യമാണ്. ഒരു ഉടമ്പടി ചെയ്യുവാനായിട്ട് മാത്രമല്ല അവനിപ്പോൾ വരുന്നത്. പിന്നെയോ സാറായിലൂടെ അവനൊരു മകനെ നൽകാമെന്നുള്ള വാഗ്ദത്തം വീണ്ടും സ്ഥിരീകരിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. റോമാലേഖനം 4-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അതിപ്രകാരമാകുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. റോമർ 4:19. സത്യം പറയുകയാണെങ്കിൽ സാറായുടെ ഗർഭപാത്രം ഒരു ശവക്കുഴിയായിരുന്നു, നിർജീവ സ്ഥലം. മരണത്തിൽ നിന്നും ജീവൻ ഉത്ഭവിച്ചു, ഇസഹാക്ക് ജനിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പൗലോസ് റോമാലേഖനം 4-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്: നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. മരണത്തിൽ നിന്നും ജീവൻ. ഈ മനുഷ്യനോട് ദൈവം ഇപ്പോൾ ചെയ്യുന്ന വാഗ്ദത്തം അതത്രേ. അബ്രാം 99 വയസ്സുള്ളവനായിരുന്നു. അതിന്റെ അർത്ഥം സാറായി 89 വയസ്സുള്ളവളായിരുന്നു എന്നത്രേ. ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാം 100 വയസ്സുള്ളവനും സാറായി 90 വയസ്സുള്ളവളും ആയിരുന്നു. 3ഉം 4ഉം വാക്യങ്ങൾ 17-ാം അധ്യായത്തിന്റെ. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. ദൈവം അബ്രാമിനോട് അരുളി ചെയ്തത് അവൻ ബഹുജാതികൾക്ക് പിതാവായിരിക്കുമെന്നാണ്. നമുക്കറിയാവുന്നത് വെച്ച് നോക്കിയാൽ
ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും അധികം മക്കളുള്ള മനുഷ്യൻ ഇദ്ദേഹമായിരിക്കുമെന്നത്രേ ഞാൻ ഊഹിക്കുന്നത്. അതേക്കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ 4000 വർഷങ്ങളായിട്ടാണ് അതിമഹത്തായ 2 വംശങ്ങൾ നിലനിൽക്കുന്നത്. ഇതിൽ ഓരോ വംശത്തിലും കോടിക്കണക്കിന് ആളുകളും ഉണ്ട് എന്ന് നമുക്കറിയാം. എത്ര വലിയ കുടുംബമാണല്ലേ? വാസ്തവത്തിൽ കുടുംബയോഗം നടത്തുകയാണെങ്കിൽ ഇവരാണ് നടത്തേണ്ടത്. ഇതും പോരാഞ്ഞിട്ട് ആത്മീയ മക്കളുമുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മെയും അബ്രഹാമിന്റെ മക്കളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. കോടിക്കണക്കിന് ആളുകളെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ദൈവം അബ്രഹാമിനോട് പറയുന്നത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്നത്രേ. ആ വാഗ്ദത്വം അവൻ നിറവേറ്റി. അബ്രഹാം എന്നാൽ ഉന്നതനായ പിതാവ് അല്ലെങ്കിൽ ഉയരങ്ങളുടെ പിതാവ് എന്നൊക്കെ അർത്ഥം നൽകാവുന്നതാണ്. അബ്രഹാം എന്നാൽ ബഹുജാതികളുടെ പിതാവ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ തനിക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പിതാവെന്ന പേര് ലഭിച്ചവൻ. അബ്രഹാം ആ സമയത്ത് വിശ്വാസത്താൽ ബഹുജാതികളുടെ പിതാവായി തീരുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇന്ന് 4000 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പറയുവാൻ സാധിക്കും, ദൈവം പറഞ്ഞതുപോലെ തന്നെ അത് നിവർത്തിച്ചു എന്ന്. ദൈവത്തിന്റെ വഴികൾ എത്ര അപ്രമേയമാകുന്നു. ഇനിയും ദൈവത്തിന്റെ ഉടമ്പടി നമുക്ക് നോക്കാം. 6ഉം 7ഉം വാക്യങ്ങളിൽ, ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ദൈവം അബ്രഹാമുമായി ചെയ്യുന്ന നിയമം എപ്രകാരമുള്ളതാണ് എന്ന് ശ്രദ്ധിക്കുക. ഒരു നിത്യ നിയമം. അത് നിത്യ നിയമമാകുന്നു എങ്കിൽ ഇന്നും അത് നല്ലതാണോ? ഇന്നും അത് വാസ്തവമാണോ? തീർച്ചയായും ഇന്നും അത് അതുപോലെ തന്നെ പ്രാവർത്തികമാണ്. നിങ്ങളും ഞാനും ക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ, ദൈവം നമുക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ദൈവം ചെയ്തതായ ഒരു നിയമമാണത്. ദൈവം അബ്രഹാമുമായി ചെയ്ത ഈ നിയമം നിവർത്തിക്കുവാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലും സംശയമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, അവൻ നിങ്ങളോട് ചെയ്ത നിയമവും നിവർത്തിക്കും, അബ്രഹാമിനോട് ചെയ്ത നിയമവും നിവർത്തിക്കും. 8ാം വാക്യം, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. താൻ എന്തു ചെയ്യുമെന്ന് ദൈവം അബ്രഹാമിനോട് പറയുന്നു. ദൈവം പറയുന്നു, ഞാൻ ചെയ്യും. ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും. ഞാൻ നിന്നിൽ നിന്ന് ജാതികളെ പുറപ്പെടുവിക്കും. ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും. ദൈവം ഈ ജനവുമായി ഒരു നിയമം ചെയ്തു. അതൊരു ശാശ്വത നിയമമായിരുന്നു, മാറ്റമില്ലാത്ത നിയമം. അത് അങ്ങനെ ആയിരിക്കുന്നതിനാൽ അത് എളുപ്പം ലംഘിക്കുവാൻ സാധിക്കുന്നതല്ല സുഹൃത്തെ. മാത്രമല്ല അത് വേഗത്തിൽ തീർന്നു പോകുന്നതുമല്ല. ദൈവം അതവർക്ക് 99 വർഷം പാട്ടത്തിന് കൊടുത്തതല്ല. അതൊരു ശാശ്വതാവകാശമായി ദൈവം അവർക്ക് നൽകിയതാണ്. ദൈവം എത്ര കരുതലുള്ളവനാണ്. 3 സമയത്താണ് എബ്രായർ ആ സ്ഥലം കൈവശമാക്കിയിരുന്നത്. അത് അവരുടേതാണ്. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അവർ അത് ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കൈവശപ്പെടുത്തുകയുള്ളൂ. ഒന്നാമതായി, ദൈവം അവരെ മിസ്രയീം ദേശത്തേക്ക് അയച്ചു. അവർ അവിടെ ചിതറിയിരുന്നു. അവർ ഒരു കുടുംബത്തിലെ 70 പേരുമായി അങ്ങോട്ട് പോയെങ്കിൽ അവിടെ നിന്നും പോരുമ്പോൾ 1.5 ദശലക്ഷം ജനങ്ങളുണ്ടായിരുന്നു. വീണ്ടും അവർ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ആ തെറ്റിലേക്ക് പോകുകയും ദൈവത്തെ സാക്ഷിക്കാതിരിക്കുകയും മറ്റും ചെയ്തതിനാൽ ദൈവം അവരെ ബാബിലോന്യ പ്രവാസത്തിലേക്ക് അയച്ചു. അവർ തങ്ങളുടെ മശിഹായെ തള്ളിക്കളഞ്ഞതിന് ശേഷം അവർ വീണ്ടും ദേശത്തു നിന്നും AD 70 പുറത്താക്കപ്പെട്ടത് നാം കാണുന്നു. അതിനുശേഷം അവർ ഒരിക്കലും ആ ദേശത്തേക്ക് തിരികെ വന്നിട്ടില്ല. 3 പ്രാവശ്യം അവരെ ദേശത്തു നിന്നും പുറത്താക്കുമെന്നും 3 പ്രാവശ്യം അവർ തിരികെ വരുമെന്നും ദൈവം മുന്നമേ അരുളി ചെയ്തിരുന്നു. അവർ 2 പ്രാവശ്യം തിരികെ വന്നു കഴിഞ്ഞു. ഞാനിതിനു മുൻപ് പല പ്രാവശ്യം സൂചിപ്പിച്ചല്ലോ, അവർ ഇപ്പോൾ ആ ദേശത്തായിരിക്കുന്നത് ഒരു പ്രവചന നിവൃത്തിയായിട്ടല്ല എന്ന്. ഇപ്പോൾ ആ ദേശത്ത് പാർക്കുന്ന യഹൂദന്മാരെക്കാൾ കൂടുതൽ പേർ ഇന്ന് ആ ദേശത്തിന് വെളിയിൽ പാർക്കുന്നുണ്ട്. അവരെല്ലാം കൂടി അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ നിന്നും ഒരിക്കലും പിന്നെ അവർക്ക് വെളിയിൽ പോകേണ്ടി വരില്ല. ദൈവം അവരെ കൂട്ടിച്ചേർത്ത് ദേശത്തേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ
സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കും. ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ സമയം 1000 ആണ്ട് വാഴ്ചയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവിത്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളം ആകും. പരിച്ഛേദന അത് നിയമത്തിന്റെ മുദ്ര അല്ലെങ്കിൽ അടയാളമാകുന്നു. നിയമത്തിന്റെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഭാഗഭാക്കുകൾ ആകുവാൻ വേണ്ടി ഇസ്രായേല്യർ തങ്ങളെ തന്നെ പരിച്ഛേദന ചെയ്തില്ല. അവർ അത് ചെയ്തത് അവർക്ക് ദൈവത്തിൽ നിന്നും നിയമം ഉണ്ടായിരുന്നതിനാലാണ്, അതായത് ഉടമ്പടി ഉണ്ടായിരുന്നതിനാൽ. ഇന്നൊരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾക്കുള്ള അതേ സ്ഥാനമാണ് പരിച്ഛേദനയ്ക്ക് ഒരു യഹൂദനിൽ ഉള്ളത്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് രക്ഷിക്കപ്പെടുവാനല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. അത് വലിയ വ്യത്യാസമുണ്ടാക്കുന്നു എന്നറിയാമല്ലോ. പഠനത്തിനായി ചെറുപ്പത്തിൽ ഞാൻ വീട്ടിൽ നിന്നും പോയി. ഞാൻ പലതരത്തിലുള്ള വേണ്ടാദീനത്തിലൊക്കെ ചെന്ന് ചാടി. എങ്കിലും എന്നെ പൂർണ്ണമായ ഒരു വിശ്വാസഘാതകനാക്കാതിരുന്നത് എൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ചിന്ത ഒന്നു മാത്രമാണ്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ ഇന്നാരുടെ ഒരു മകനായിരിക്കുന്നതിനാൽ ഞാൻ ഇത് ചെയ്യുകയില്ല, അതിൽ പ്രവേശിക്കുകയില്ല, അവിടെ പോകുകയില്ല എന്ന്. എൻ്റെ പിതാവിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ പലതിൽ നിന്നും ഒഴിഞ്ഞു നിന്നു. ഇനിയും ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നതിനാലാണ് അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഞാൻ എൻ്റെ പിതാവിന്റെ മകനായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ എൻ്റെ പിതാവിന്റെ മകനായിരിക്കുന്നതിനാൽ ഞാൻ ഇന്നിന്നതൊക്കെ ചെയ്യുന്നില്ല, ഇന്നിന്നതൊക്കെ ചെയ്യും എന്നുള്ളത് വാസ്തവമാണ്. അത്രമാത്രം. നിയമത്തിന്റെ അടയാളമാകുന്നു പരിച്ഛേദന. അവരെ നിയമത്തിൻ കീഴിലാക്കി തീർത്തത് പരിച്ഛേദനയല്ലായിരുന്നു. എന്നാൽ പരിച്ഛേദന അതിന്റെ അടയാളമായിരുന്നു, അതിന്റെ തെളിവെന്ന് വേണമെങ്കിൽ പറയാം. 12 വാക്യത്തിൽ, തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതിയല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള രേഖകൾ എത്ര അതിസൂക്ഷ്മതയുള്ളവയാകുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ശിശുവിന്റെ ജനനവുമായുള്ള ബന്ധത്തിൽ സകല നിയമങ്ങളും നിറവേറ്റപ്പെട്ടു. അവൻ അബ്രഹാമിന്റെ മകനായിരിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ദാവീദിന്റെ മകനും. അവൻ ആ വംശത്തിൽ തന്നെ വന്നു. 8-ാം നാളിൽ അവനെ പരിച്ഛേദന കഴിക്കുകയും ചെയ്തു. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് പറഞ്ഞത് അവൻ ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചു എന്നത്രേ. 13-ാം വാക്യം നോക്കിക്കാട്ട്. നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എന്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം. വീണ്ടും പരിച്ഛേദന നിയമത്തിന്റെ അടയാളമാണ് എന്ന് പറയുന്നു. നിയമം ലഭിക്കേണ്ടതിനായി അവർ ഇത് ചെയ്യേണ്ടതില്ല. ദൈവം അവരോട് നിയമം ചെയ്തു കഴിഞ്ഞിരുന്നു. ദൈവം ഉടമ്പടി ചെയ്തു കഴിഞ്ഞിരുന്നു. വാഗ്ദാനം നൽകി കഴിഞ്ഞിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നും ഇത് വളരെ ശ്രദ്ധേയമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ മൊത്തം ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന ഒരു മഹത്തായ സത്യമാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞത് ഇന്നും സത്യമാണ്. ഒരു വലിയ പങ്ക് ആളുകൾ വിശ്വസിക്കുന്നത് തങ്ങൾ മതം മാറിയതുകൊണ്ടോ ഏതെങ്കിലും സഭ മാറിയതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ ആത്മരക്ഷ പ്രാപിച്ചു എന്നാണ്. ഒന്ന് മനസ്സിലാക്കൂ സുഹൃത്തെ, ആത്മരക്ഷ പ്രാപിക്കുവാനല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അത് ചെയ്തതുകൊണ്ട് ആരും ആത്മരക്ഷ പ്രാപിക്കുകയുമില്ല. മറിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ഇതൊക്കെ ചെയ്യും എന്നതാണ് പരമാർത്ഥം. എന്നാൽ രക്ഷിക്കപ്പെടാനായി നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ വെറുതെ സമയം കളയുകയാണ്. ഈ വണ്ടി കാളയുടെ മുൻപിൽ കെട്ടരുത് കേട്ടോ. കാളയെ വണ്ടിയുടെ മുൻപിൽ കെട്ടി ശരിയായ വിധത്തിൽ മുൻപോട്ട് പോകുക. അപ്പോൾ പ്രയോജനമുണ്ടാകും. പലരും ഇന്ന് തലതിരിച്ചാണ് വണ്ടി ഓടിക്കുവാൻ ശ്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആത്മരക്ഷയെ സംബന്ധിച്ച അനേകരുടെയും ചിന്ത ഇന്ന് കാളയെ കെട്ടിയ വണ്ടിയെ പോലെയല്ല, കാളയെ കയറ്റി വണ്ടിക്കകത്ത് കെട്ടിയിരിക്കുന്നത് പോലെയാണ്. ഒരനക്കവുമില്ല, അവിടെ തന്നെ കിടക്കുന്നു. ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ല. വർഷങ്ങളായി ഒരു മാറ്റവുമില്ല. 14-ാം വാക്യം, അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ആരെങ്കിലുമൊക്കെ ഈ
പറഞ്ഞതനുസരിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യ നിയമത്തിനെതിരായി നിൽക്കുന്നില്ല എന്ന് മറക്കരുത്. അവർ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ വാസ്തവത്തിൽ അവർ ആരും ഇത് അനുസരിച്ചിരുന്നില്ലല്ലോ. അങ്ങനൊരു അനുസരണക്കേട് അത് കാണിച്ച വ്യക്തിയെ മാത്രം തള്ളിക്കളയുവാൻ ഇടയാക്കും. എന്തായിരുന്നാൽ തന്നെയും അവർ ആ ജാതിയെ മൊത്തമായി സംബന്ധിച്ചിടത്തോളം യാതൊരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ദൈവം അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും ചെയ്ത നിയമത്തെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇതൊരു ശാശ്വത നിയമമാകും, നിത്യനിയമം. നിയമം ലംഘിച്ചവനെ തള്ളിക്കളയും, എന്നാൽ നിയമം നിലനിൽക്കും. അത് അത്രമാത്രം മനോഹരമായിരിക്കുന്നു എന്ന് ചുരുക്കം. 15-ാം വാക്യം, ദൈവം പിന്നെയും അബ്രഹാമിനോട് നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്നായിരിക്കണം. അവളുടെ പേർ സാറായി എന്നായിരുന്നു, ഇപ്പോൾ അത് സാറ എന്ന് മാറ്റി. 16-ാം വാക്യം, ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അബ്രഹാം വല്യപ്പച്ചൻ ജാതികളുടെ പിതാവാകുമെങ്കിൽ സാറ ജാതികളുടെ മാതാവാകും എന്നതിന് സംശയമില്ലല്ലോ. 17-ാം വാക്യം, അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. വല്യപ്പച്ചൻ അങ്ങനങ്ങ് ചിരിച്ചു. ഇത് അവിശ്വാസത്തിന്റെ ചിരി അല്ല എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ഇത് സംഭവിക്കുന്നതിലുള്ള സന്തോഷം കൊണ്ട് അബ്രഹാം ചിരിച്ചു പോയതാകുന്നു എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മിക്കപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ വളരെ അത്ഭുതകരമായ ചിലത് ദൈവം ചെയ്യുന്നു. നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്, സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം ചിരിച്ചു പോകുമില്ലേ? അത് നോക്കിയിട്ട് ചിരിക്കുവാനല്ലാതെ നമ്മെക്കൊണ്ട് മറ്റൊന്നും ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥ. കഷ്ടപ്പെട്ട് കൂലിവേലയെടുത്ത് ബുദ്ധിമുട്ടി എങ്ങും ചെന്നെത്തുവാൻ സാധിക്കില്ല എന്നൊക്കെ ചിന്തിച്ച് മക്കളെ പഠിപ്പിച്ച് ഇന്ന് അവരായിരിക്കുന്ന ആ വലിയ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പം ചിരിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും? അത്ഭുതത്തിന്റെ ചിരി. ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാകുന്നു ഇത്. സാറായുടെ ഗർഭത്തിന്റെ നിർജീവത്വം, അബ്രഹാമും മരിച്ച അവസ്ഥയിൽ. വിശുദ്ധ പൗലോസ് ഇതെപ്രകാരമാണ് വിവരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റോമലേഖനം 4-ാം അധ്യായത്തിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ അത്ഭുതത്തിലും നന്മയിലും അബ്രഹാം പൂർണ്ണമായി ആമഗ്നനായി. എന്നാൽ പെട്ടെന്ന് അസ്ത്രം പോലൊരു ചിന്ത അബ്രഹാമിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. അവൻ തന്റേതായ ആ ചെറിയ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇസ്മായേൽ. ഈ വാഗ്ദത്വമൊക്കെ നല്ലതാണ്, പക്ഷേ തന്റെ രക്തത്തിൽ പിറന്ന ആ കുട്ടിയെ മറക്കുവാൻ അവന് സാധിക്കുന്നില്ല. 18-ാം വാക്യം, ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അബ്രഹാം പറയുന്നത്, ദൈവമേ, ഈ ചെറിയ കുട്ടി, അതെ, എന്റെ വീട്ടിൽ വളർന്നു വരുന്നവൻ. അബ്രഹാം ഇസ്മായേലിനോട് അടുത്തുപോയി. അങ്ങനാണല്ലോ, വാർദ്ധക്യത്തിലുണ്ടായ മകൻ അവനോട് അടുക്കുന്നത് സ്വാഭാവികം. അബ്രഹാം അവനെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുമ്പോൾ അവന് 14 വയസ്സുണ്ടായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അത് ഒരല്പം കൂടി കഴിയുമ്പോൾ നാം കാണുന്നതാണ്. അതിനുശേഷം അബ്രഹാം അവനെ ഒരിക്കൽ പോലും കണ്ടിരിക്കില്ല എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ ഇസ്മായിലിനെ കുറിച്ച് എന്തു ചിന്തിക്കുന്നു എന്നെനിക്കറിയില്ല, എന്നാൽ അവൻ അബ്രഹാമിന്റെ മകനായിരുന്നു. അബ്രഹാം തന്റെ മകനെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അവനെ പറഞ്ഞു വിടുക എന്നുള്ളത് അബ്രഹാമിന്റെ ഹൃദയം തകർക്കുന്ന കാര്യമായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത്, അബ്രഹാം അനേകം പ്രാവശ്യം ഇങ്ങനെ വിചാരിച്ച് കാണുമെന്നാണ്. ഹാഗാറിനെ സ്വീകരിച്ചതിലൂടെ ഞാനൊരു വലിയ തെറ്റാണല്ലോ കാണിച്ചതെന്ന്. ഒരു കാര്യം മറക്കരുത്, ആ പാപം അവനെ മാത്രം ശല്യപ്പെടുത്തിയ ഒന്നായിരുന്നില്ല. ഇതെന്റെ കാര്യം, എന്റെ വീട്ടിലെ കാര്യം, മറ്റാരും ഇതിൽ ഇടപെടണ്ട, ആർക്കും ഇതിലൊരു ഛേദവും ഇല്ല എന്ന് നാം ചെയ്യുന്ന ഒരു പാപത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. കള്ളും കുടിച്ച് വഴിയെ ചീത്തയും പറഞ്ഞു വരുന്ന ആളോട് എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നിനക്കെന്നാ കാര്യം, എന്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയത് എന്റെ വയറ്റിൽ കിടക്കുന്നു, നിനക്കെന്നാ നഷ്ടം എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ആരംഭം മുതൽക്ക് തന്നെ അബ്രഹാം പാപം ചെയ്തതിനാൽ ആ ദേശത്ത് പ്രശ്നമാകുന്നു. പാപം ഒരു ചെറിയ കാര്യമാണെന്നും അതങ്ങ് കണ്ണടച്ച് വിടാമെന്നും നിങ്ങൾ എന്നോട് പറയരുതേ. ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, വഞ്ചനപ്പെടാതിരിപ്പീൻ.
ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. താൻ വിതയ്ക്കുന്നതിനോട് സമമായത് എന്തെങ്കിലും കൊയ്യും എന്നല്ല, താൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. പല മടങ്ങ് കൊയ്യും എന്നതാണ് വാസ്തവം. ഒരു വിത്തിട്ടാൽ ഒന്നല്ലല്ലോ, 100 നാം കൊയ്യുവാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ അപ്പച്ച, പ്രിയ അമ്മച്ചി, മക്കൾക്ക് കെട്ടിവയ്പുണ്ടാക്കിയിട്ട് പോകരുതേ. അവരെ എന്തിന് കാര്യമില്ലാതെ കഷ്ടപ്പെടുത്തണം? ഇതാ ഇവിടെ അബ്രഹാം കൊയ്യുന്നു. ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് ഹൃദയം പൊട്ടി അവൻ കരയുകയാണ്. 19 വാക്യം, അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, അതിന് ദൈവം അരുളിച്ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറാ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവം പറയുന്നത്, ഇല്ല, ഞാൻ ഇസ്മായേലിനെ അംഗീകരിക്കില്ല. ആ തെറ്റ് നീ ചെയ്തു. ബൈബിളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതിനാൽ ദൈവം ബഹുഭാര്യത്വം അംഗീകരിക്കുന്നു എന്ന് അതിനർത്ഥമില്ല. അത് ദൈവം അംഗീകരിക്കുന്നതായി എനിക്ക് കാണുവാനേ കഴിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പല ചോദ്യങ്ങൾ കണ്ടെന്ന് വന്നേക്കാം. ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കത് നോക്കാം. ഇസ്മായേലിന്റെ അവകാശത്തെക്കുറിച്ച് കൂടി അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, 20 21 വാക്യങ്ങളിൽ. ദൈവം താൻ ചെയ്തതായ വാഗ്ദത്തത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഈ കാര്യത്തിൽ ദൈവത്തെ തടസ്സപ്പെടുത്തുവാനോ മറിച്ച് സ്വാധീനിക്കുവാനോ ആരെക്കൊണ്ടും സാധ്യമല്ല. താൻ ചെയ്യുമെന്ന് അവൻ അരുളിച്ചെയ്ത അതേ കാര്യം തന്നെ ദൈവം ചെയ്യുവാൻ പോകുന്നു. അവന്റെ സംസാരം ശ്രദ്ധിച്ചാൽ തോന്നും ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞു എന്ന്. അവൻ അവരോടുകൂടെ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നും. അങ്ങനെ തോന്നുന്നില്ലേ? ഇല്ലാത്ത കാര്യങ്ങളെ അവൻ ഉള്ളതുപോലെ തന്നെ സംസാരിക്കുന്നു. അത് പിറ്റേ വർഷം സംഭവിക്കുവാൻ പോകുകയാണ്. 22 വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. ദൈവം അബ്രഹാമിനോട് അരുളിച്ചെയ്ത് തീർന്ന ശേഷം അവനെ വിട്ട് കയറിപ്പോയി. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവം പറയുകയാണ്, അബ്രഹാമേ, നീ അങ്ങ് വെറുതെ മിണ്ടാതിരുന്നാൽ മതിയാകുമെന്ന്. ദൈവം ഈ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് നമുക്കും ഒരു പാഠമായിരിക്കട്ടെ. നിങ്ങളും ഞാനും ഇനിയും പോയി കർത്താവിനോട് അപേക്ഷിക്കാതിരിക്കേണ്ട അനേകം കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആവശ്യം പോലെ പറഞ്ഞതിനാൽ ഇനിയും പറയേണ്ട ആവശ്യമില്ലാത്തവയുമുണ്ട്. ദൈവം മറുപടി നൽകിയിട്ടും പലപ്പോഴും ദൈവത്തെ എങ്ങനെയെങ്കിലും പിടിച്ച് തിരിച്ച് നിർബന്ധിച്ച് ഒരു മറുപടിക്കായി കാത്തിരിക്കുന്നു. അതും നമുക്കിഷ്ടമുള്ള മറുപടിക്കായി കാത്തിരിക്കുന്നവരെ എനിക്കറിയാം. ദൈവം നൽകിയ മറുപടി ഇല്ല എന്നാകുന്നു എങ്കിൽ അതില്ല, അത് തീർച്ചയാണ്. എന്നാൽ ഈ ഇല്ല, വേണ്ട എന്നുള്ള മറുപടികൾ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വിചിത്രം. കുട്ടികളെപ്പോലെ പിന്നെയും പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തു പറ്റി? ആത്മീയ ജീവിതത്തിന് ഒരു സന്തോഷവുമില്ല. ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഇതിപ്പോൾ ഇത്രയും മതി. ഈ കാര്യം എന്നോട് വീണ്ടും വീണ്ടും പറയേണ്ട ഒരു കാര്യവുമില്ല അബ്രഹാമേ. ഞാൻ അത് അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കുവാൻ എനിക്കൊട്ട് പരിപാടിയുമില്ല. കാരണം അതല്ല എൻ്റെ പദ്ധതി. ശാശ്വതമായി എൻ്റെ പദ്ധതി മനുഷ്യർ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ പുത്രനെ അയക്കുവാൻ പോകുകയാണ്. അതിൻ്റെ വംശത്തെയാണ് ഞാൻ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നീ കാണിച്ച തെറ്റ് ഞാൻ ഇനിയും അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അബ്രഹാമിന്റെ മറ്റു പ്രാർത്ഥനകൾ ശ്രദ്ധ കൊടുക്കുവാനും ദൈവം പോവുകയാണ്. ദൈവം അബ്രഹാമിനെ ശ്രദ്ധിക്കുന്നു എന്ന് നാം കാണുന്നതാണ്. എന്നാലും തൻ്റെ ഉടമ്പടിയുടെ കാര്യത്തിൽ ദൈവം അത് ഇസഹാക്കിലൂടെയാകുന്നു നിവർത്തിക്കുവാൻ പോകുന്നത്. അതങ്ങനെ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. അത് മാറ്റുവാൻ അബ്രഹാം ദൈവത്തിൻ്റെ കാല് പിടിക്കേണ്ടതില്ല എന്ന് ചുരുക്കം. ദൈവം കേൾക്കുവാനോ ഉത്തരം നൽകുവാനോ ആഗ്രഹിക്കാത്ത പല പ്രാർത്ഥനകളുമായി ഒരു വലിയ പങ്കാളുകൾ ദൈവത്തോട് യുദ്ധം ചെയ്യുകയാണ്. അവ സാധിച്ചെടുക്കുവാൻ സകല പ്രാർത്ഥനക്കാരുടെയും അരികിൽ കയറി ഇറങ്ങി ഇക്കൂട്ടരുടെ വിശ്വാസം നശിക്കുകയാണ്. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുവാൻ പറയുന്നതിൽ ഞാൻ വളരെ സൂക്ഷിക്കാറുണ്ട്. നാം പറയുന്ന വിഷയം ദൈവം കേൾക്കുമെന്നും മറുപടി നൽകുമെന്നും എനിക്കും ഒരു ഉറപ്പുണ്ടാകണം. അതുകൊണ്ടാണ് ദൈവഹിതത്തിനായി നാം പ്രാർത്ഥിക്കണം എന്ന് പറയാറുള്ളത്. 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, അതും ഈ അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം, ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമത്തിന്റെ അടയാളമാകുന്നു പരിച്ഛേദന. ചിലർ ചോദിക്കാറുണ്ട്, എങ്കിൽ പിന്നെ ഇസ്മായേലിനെ എന്തിന് അതിനകത്ത് ഉൾപ്പെടുത്തി എന്ന്. ഇസ്മായേലും ഒരു വലിയ ജാതിയാകും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തില്ലേ? അവനും അതിൽ ഉൾപ്പെട്ടു. അവൻ ദൈവം ഉപയോഗിക്കുവാൻ പോകുന്ന ആ ജാതിയുടെ പിതാവായിരിക്കില്ല.
അതായത് മശിഹ വന്നു പിറക്കുവാൻ പോകുന്ന ജാതിയുടെ പിതാവ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ ശ്രദ്ധിക്കണേ. ഇത് തന്റെ മക്കളായ ഓരോരുത്തരെക്കുറിച്ചും വാസ്തവമാണ്. അതേ സുഹൃത്തെ, താങ്കളെക്കുറിച്ചും ദൈവത്തിന് ഉന്നതമായൊരു പദ്ധതിയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ അനുസരിക്കുകയും അവനെ വിശ്വസിച്ച് മുൻപോട്ടു പോവുകയും ചെയ്യുന്നതാണ് താങ്കൾക്ക് അനുഗ്രഹം. ഇന്നത്തെ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകം നന്ദി. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ എത്ര പ്രധാനപ്പെട്ടവയാകുന്നു എന്നാണ് നാം പഠിച്ചത്. പലപ്പോഴും നാം നമ്മുടെ സൗകര്യത്തിന് പല കാര്യങ്ങളും ചെയ്ത് പരാജയപ്പെടാറുണ്ട്. എന്നാൽ ദൈവഹിതപ്രകാരം നാം തിരഞ്ഞെടുപ്പുകൾ നടത്തിയാൽ അത് നമുക്കും തലമുറകൾക്കും വലിയ അനുഗ്രഹമാകും. ഈ പാഠം മറക്കരുത്. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തരുന്ന ആലോചനകൾ ഞങ്ങൾ ഏറ്റവും ഗൗരവത്തോടെ അനുസരിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, കേട്ട് മറക്കുന്നവരായിട്ടല്ല, കേട്ട് അനുസരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ. ഇന്ന് ഈ വചനം ശ്രദ്ധിച്ച എല്ലാവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. തങ്ങളുടെ സമയം ചെലവഴിച്ച് നിന്റെ വചനം പഠിക്കുവാൻ അവർ കാണിക്കുന്ന താല്പര്യത്തെ നീ മാനിക്കണമേ. നിന്നെ മാനിക്കുന്നവരെ നീ മാനിക്കുന്ന ദൈവമാണല്ലോ. നിന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുന്ന കർത്താവാണല്ലോ. നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ സ്നേഹവും നിന്റെ കരുതലും അനുഭവിപ്പാൻ അവരെ നീ സഹായിക്കണമേ. പ്രത്യേകമായി വിവിധ ആവശ്യങ്ങളിലിരിക്കുന്നവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദൈവകൃപ ഉയരത്തിൽ നിന്ന് നൽകണമേ. ഫലകരമായി മുൻപോട്ട് പോകുവാൻ നീ ഞങ്ങളെ ഒരുക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്.